പാവറട്ടി വിളക്കാട്ടുപാടം ദേവസൂര്യ കലാവേദിയൻ പബ്ലിക് ലൈബ്രറിയും ജനകീയ ചലച്ചിത്രവേദിയും സംയുക്തമായി സംഘടിപ്പിച്ച 5 ദിവസം നീണ്ടുനിന്ന 11ാമത് ദേവസൂര്യ ഗ്രാമീണ ചലച്ചിത്രോത്സവം ജോൺ എബ്രഹാം ഷോർട്ട് ഫിലിം ഡോക്യുമെന്ററി പുരസ്കാര വിതരണത്തോടെ സമാപിച്ചു. സമാപന സമ്മേളനം ചലച്ചിത്ര നടൻ ശിവജി ഗുരുവായൂർ ഉദ്ഘാടനം ചെയ്തു. പണ്ടുകാലത്ത് എങ്ങനെയായിരുന്നു മനുഷ്യർ ജീവിച്ചിരുന്നതെന്ന് ആ വഴിയമ്പലത്തെ കുറിച്ച് ചോദിച്ചറിയുമ്പോൾ പുതിയ തലമുറയ്ക്ക് മനസ്സിലാകും. ഈ ദേവസൂര്യയോടൊപ്പം ഇന്ന് പുതിയ തലമുറയിലെ കുട്ടികളാണ് മുണ്ടയെടുത്ത് മൈക്കിലൂടെ സംസാരിക്കുന്നതും നറുക്കെടുപ്പ് നടത്തുന്നതും. അവരിപ്പോഴും അതിന്റെ വർക്കിലാണ്. വളരെ സന്തോഷം. ഫെസ്റ്റിവൽ ഡയറക്ടർ റാഫി നീലങ്കാവിൽ അധ്യക്ഷത വഹിച്ചു. ഇവിടെ തുടക്കത്തിലും അവസാനത്തിലും ഇനി എത്ര കാലം ജീവിതത്തോട് നിങ്ങൾ ഉണ്ടാവുമോ ആ കാലം ഒക്കെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഒരു ദേശം മുഴുവൻ നെഞ്ചോട് ചേർത്ത് 4 ദിവസം പിന്നിട്ട് ഇതാ 5 ദിവസത്തിലേക്ക് മികച്ച ഡോക്യുമെന്ററി രാജ്ബാബു സംവിധാനം ചെയ്ത ദ ഗോഡ് ഓഫ് സൈലൻസും മികച്ച ഹ്രസ്വചിത്രം ജെറി ജോൺസൺ സംവിധാനം ചെയ്ത കുറുക്കുവഴിയും സ്പെഷ്യൽ ജൂറി അവാർഡ് അരുൺ ജോർജ് കെ ഡേവിഡ് സംവിധാനം ചെയ്ത നൈറ്റ് ഓഫ് ദമ്മും കരസ്ഥമാക്കി. മികച്ച നടനായി മുന്തിയ തരം എല്ലുന്തികളിലെ അഭിനയത്തിന് DT നാഥും ഒരു ഫീമെയിൽ കഥയിൽ അഭിനയിച്ച അഞ്ജു അരവിന്ദ് മികച്ച നടിയായും തിരഞ്ഞെടുക്കപ്പെട്ടു. സമ്മാനത്തിൽ അഭിനയിച്ച വിതുമോൾ പട്ടാമ്പിയാണ് മികച്ച ബാലനടി. ചൈൽഡ്ഹുഡ് ഗണ്ണിൽ അഭിനയിച്ച പ്രത്യുഷ് MP യാണ് മികച്ച ബാലനടൻ. കൂടാതെ മികച്ച പ്രാദേശിക ചിത്രം പെരുമഴ, മികച്ച ആനുകാലിക ചിത്രം തുണ്ടം, മികച്ച ജനകീയ ചലച്ചിത്രം ദയ, മികച്ച സാമൂഹിക ചിത്രം ഭ്രാന്തൻ കാഫിർ, ലിറിക്സ് നേര്, മികച്ച തിരക്കഥ 90ന്റെ വസന്തങ്ങൾ എന്നിവയ്ക്കും സമ്മാനിച്ചു. യോഗത്തിൽ ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് ലെനിൻ തെക്കൂട്ടയിൽ മുഖ്യാതിഥിയായി. ദേവസൂര്യ പ്രസിഡന്റ് റെജി വിളക്കാട്ടുപാടം, കലാസംവിധായകൻ ജെയ്സൺ ഗുരുവായൂർ, എഴുത്തുകാരനായ പ്രശാന്ത് മാധവൻ, സലാം വെൺമനാട്, മാത്യൂസ് പാവറട്ടി, സന്തോഷ് ദേശമംഗലം, ശ്രീദേവ് ടീച്ചർ, സുബ്രഹ്മണ്യൻ ഇരിപ്പശ്ശേരി, KS രാമൻ, KC അഭിലാഷ് എന്നിവർ പ്രസംഗിച്ചു. പഴയകാല സിനിമാ പ്രദർശന വസ്തുക്കളുടെ പ്രദർശനം സെല്ലുലോയിഡ് എക്സ്പോയ്ക്ക് നിരവധി പേരാണ് എത്തിയത്. കേരള പ്രണാമം ന്യൂസ്, തൃശൂർ.